തന്നതെനിക്ക് മുത്തല്ലേ കണ്ണീനും കണ്ണായി വന്നില്ലേ ഇളം കണ്ണി നീലാവിൻ വിളക്കല്ലേ ഈ കളിക്ക് ഞാനില്ല. അതെ, സപ്പോർട്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞേ, എന്തിനാ എതിര് പറയുന്നേ? പിന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പാട്ടായിരുന്നില്ലേ, ഇത് ഓണക്കളിപ്പാട്ട് പോലെ. അതൊന്നല്ല, എന്നെ കൊണ്ട് നല്ലോണം പാടിപ്പിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല. മലയാളം പാടിയാൽ 10 പൈസ നമുക്ക് കിട്ടില്ല. കാരണം എല്ലാവർക്കും ഇതിന്റെ ലിറിക്സും അറിയാം, അതിന്റെ രീതി ഈണമൊക്കെ അറിയാം. വല്ല ഹിന്ദിയ തമിഴ് ഇംഗ്ലീഷ് ആരും കേൾക്കാത്ത പാട്ടുകൾ പാട്, അപ്പൊ 10 പൈസ കിട്ടും. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ മെലഡി ഒക്കെ വിട്ടിട്ട് ഐറ്റം സോങ് പിടിക്കാം. അതാണ് ഇപ്പൊ ട്രെൻഡ്. ഡാൻസും കളിക്കാം. സണ്ണി ലിയോണിയുടെ പാട്ട് തന്നെ ആയാലോ? അത് മതിയല്ലേ? അപ്പൊ പിന്നെ അതിലൊരു കീച്ച് കീച്ച, ചിലപ്പോ 10 പൈസ വീണാലോ? വീഴും. എടാ കരൾ രോഗി, ഇത് എന്നതായി കാണിക്കുന്നേ? കരൾ രോഗിയല്ല ഇവൻ, ഇവൻ ഞരമ്പ് രോഗിയാണ് ഇവൻ. എടാ നീ അവിടെ അടങ്ങി ഒതുക്കി കിടക്കണ്ടേ? നിന്റെ കരള് മാറ്റി വെക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇത്രയും പേര് കിടന്ന് പെടാപ്പാട് കിടന്നത്. ഈ പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലേ 5 പൈസ എനിക്ക് കിട്ടൂല, അതുകൊണ്ട് ഞാൻ തന്നെ വിരിച്ചതാ. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇത് മുഴുവൻ ഉടായിപ്പാന്നുള്ളത്. ഞാനും എന്റെ സെലിബ്രിറ്റിയും കൂടെ സംസാരിക്കേണ്ട എത്ര വിലയേറിയ സമയമാണ് ഈ പറ്റി പരിപാടിക്ക് വേണ്ടി വെറുതെ കളഞ്ഞത്. ഇത് ഞങ്ങളായിട്ട് തുടങ്ങി വെച്ചല്ല, ഈ ജനി റമോൻ കൂടി തുടങ്ങി വെച്ച പരിപാടിയാണ്. അതെ, നിങ്ങൾക്ക് ആ ചായക്കടയിൽ പാത്രം ഒന്നും കഴിവെക്കാൻ. ഇവൻ ഇവിടെ വന്ന് കിടന്ന എന്റെ കടയിലെ പണി എങ്ങനെ നടക്കും? എന്നാ ഇതിനെ വിളിച്ചോണ്ട് പൊക്കോ, കൊണ്ടുപോയി എല്ലാ പാത്രവും കഴിയും. കരളിന് എന്താണ് കുഴപ്പമൊന്നും ഞാൻ നോക്കട്ടെ. കേരള തുണിക്കടയിൽ ഒരു ജോലി ഇല്ലാലേ, മാസാമാസം വാടക ഇങ്ങോട്ട് എത്തേണ്ടതാണ്. വേം വിട്ടോ. പാട്ട് പാടാൻ ഒരു അവസരം കിട്ടുമെങ്കിൽ എനിക്കറിയാമല്ലോ. ഞങ്ങള് നിക്കണം. ഇതിനെ വിളിച്ചോണ്ട് പോക്കോ, ഇതിന്റെ തുണിക്കാൻ സഹിക്കാൻ പറ്റുള്ള. വേം നാടോ മക്കളെ, ഇവിടെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല ഈ പെട്ടിയും കടക്കൊക്കെ എടുത്തോണ്ട് പോകാനായിട്ട്. വേം വാടാ.